Hello children, today we are going to study a picture reading. By this picture reading, we meant to write a story in our own words. നമ്മൾ ഇന്ന് ഒരു പിക്ചർ റീഡിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ പിക്ചർ റീഡിംഗ് എന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ തന്നെ വാക്കുകളിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതണം. അതിനെയാണ് ഈ പിക്ചർ റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ വി ഹാവ് ടു സ്റ്റഡി ദ സ്റ്റോറി ഓഫ് എ സ്റ്റാഗ്. ഇവിടെ നമ്മൾക്ക് ഒരു സ്റ്റാഗിൻ്റെ കഥയാണ് പഠിക്കാനുള്ളത്. നിങ്ങളെല്ലാ പേരും ടെക്സ്റ്റ് എടുത്ത് ആ സ്റ്റാഗിൻ്റെ പിക്ചേഴ്സും അതിന് നേരെ തന്നിരിക്കുന്ന സെൻറ്റൻസസും നോക്കി ഇരിക്കണം. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാനത് വിവരിച്ച് പഠിപ്പിച്ച് തരാം. ഹാവ് യു സീൻ ഡിയർ? DER, ഡിയർ എന്നാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. DER ആയതുകൊണ്ട് നമുക്ക് ഡിയർ എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ DER ഡിയർ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് പോലെ ഡിയർ എന്ന് തന്നെയാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഹാവ് യു സീൻ ഡിയർ? നിങ്ങൾ മാനിനെ കണ്ടിട്ടുണ്ടോ? ഐ തിങ്ക് ഓൾ ഓഫ് യു ഹാവ് സീൻ ഡിയർ ഇൻ ദി സൂ. മൃഗശാലയിൽ, സൂവിൽ നിങ്ങൾ മാനിനെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിയർ ദ ഡിയർ ഈസ് നെയിംഡ് ആസ് സ്റ്റാഗ്. ഇവിടെ മാനിനെ സ്റ്റാഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റാഗ്? സ്റ്റാഗ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ആൺ മാനിനെയാണ് സ്റ്റാഗ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഡു വി കോൾ എ ഫീമെയിൽ ഡിയർ? അപ്പോൾ ഒരു പെൺമാനിനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ എ ഫീമെയിൽ ഡിയർ ആസ് ഡോ. ഒരു പെൺമാനിനെ നമ്മൾ ഡോ എന്ന് വിളിക്കും. സ്പെല്ലിംഗ് DOE. നൗ ലെറ്റ് us look at the pictures and read the story. Picture reading. Look at the pictures and read the text aloud. പിക്ചേഴ്സ് നോക്കിയിട്ട്, ചിത്രങ്ങൾ നോക്കിയിട്ട് അതിലുള്ള സെൻറ്റൻസസ് ഉറക്കെ വായിക്കണം. സ്റ്റാഗ് ബൈ ദ സൈഡ് ഓഫ് എ പോണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സെൻറ്റൻസ്. സെക്കൻഡ് സെൻറ്റൻസ് ഈസ് ഹൗ ബ്യൂട്ടിഫുൾ മൈ ഹോൺസ് ആർ. തേർഡ് സെൻറ്റൻസ് ബട്ട് മൈ ലെഗ്സ് ആർ സോ തിൻ ആൻഡ് അഗ്ലി. The fourth sentence is hunters run for your life. Stag by the side of a pond. കുളത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു സ്റ്റാഗിനെ, മാനിനെയാണ് നമ്മൾ ഈ പിക്ചറിൽ, ചിത്രത്തിൽ കാണുന്നത്. അവൻ വന്ന് വെള്ളം കുടിച്ചിട്ട് എന്താ ചെയ്യുന്നു? അവൻ തൻ്റെ കൊമ്പിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്കിതിനെ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ പറയാം. നമ്മൾ സാധാരണ സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക? പണ്ട് പണ്ട് ഒരു മുത്തശ്ശനും ഒരു മുത്തശ്ശിയും, പണ്ട് പണ്ട് ഒരു രാജകുമാരനും ഒരു രാജകുമാരിയും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കഥ പറയുന്നത്. അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഈ കഥയും പറയാം. വൺസ് അപ്പോൺ എ ടൈം there lived a stag in a forest. ഒരിക്കൽ ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു ആൺമാൻ ജീവിച്ചിരുന്നു. സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതിയാകും. എന്താണ്? വൺസ് അപ്പോൺ എ ടൈം there lived a stag in a forest. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു മാൻ ജീവിച്ചിരുന്നു. അപ്പോൾ അവൻ വെള്ളം കുടിക്കാനാണ് ഈ കുളത്തിൻ്റെ, പോണ്ടിൻ്റെ അരികത്ത് പോണ്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? വൺ ഡേ he felt very thirsty. ഒരു ദിവസം അവന് നന്നായി ദാഹിച്ചു. എന്താണ്? one day he felt very thirsty. ഒരു ദിവസം അവന് വളരെ ദാഹിച്ചു. so he went to a pond to drink some water. അതുകൊണ്ട് അവൻ ഒരു കുളത്തിൻ്റെ അരികിലേക്ക് പോയി. എന്തിനാ? കുറച്ച് വെള്ളം കുടിക്കാൻ. പിന്നെ എന്താ ചെയ്യുന്നത്? He is enjoying the beauty of his horns. How beautiful my horns are.
എൻ്റെ കൊമ്പുകൾ കാണാൻ എന്ത് ഭംഗിയാണ്. നമ്മളും അങ്ങനെയല്ലേ? നമുക്കിഷ്ടമുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഇപ്പം കാണാൻ എന്നെ നല്ല ഭംഗിയല്ലേ എന്നൊക്കെ നമ്മളും വിചാരിക്കാറില്ലേ? എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മളിൽ തന്നെ ഇഷ്ടപ്പെടാതെയും വരാറുണ്ട്. മുടി ഇങ്ങനെ ചെയ്തത് നന്നായില്ല എന്നൊക്കെ, മുടി ഇച്ചിരി വേറെ രീതിയിൽ ചുരുണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ കോലുമുടി എനിക്ക് വേണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ നമുക്കും തോന്നും. അതുപോലെ ഇവനിവിടെ തൻ്റെ കൊമ്പിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് നേരെ അവൻ്റെ കണ്ണുകൾ അവൻ്റെ കാലുകളിലേക്ക് ചെന്നു. മൈ ലെഗ്സ് ആർ സോ തിൻ ആൻഡ് അഗ്ലി. പക്ഷേ എൻ്റെ ഈ കാലുകൾ മെലിഞ്ഞതുകൊണ്ട് തന്നെ വൃത്തികെട്ടതുമാണ് എന്ന് അവന് തോന്നി. അവന് വളരെ വിഷമം തോന്നി. കൊമ്പുകളെ നോക്കിയപ്പോൾ അവന് നല്ല സന്തോഷമായി, വളരെ സന്തോഷമായി. പക്ഷേ മെലിഞ്ഞിരുന്ന തൻ്റെ കാലുകളെ നോക്കിയപ്പോൾ അവ മെലിഞ്ഞതും വൃത്തികെട്ടതുമായിട്ട് അവന് ഇഷ്ടമില്ലാത്തതായിട്ട് തോന്നി. നമ്മളെങ്ങനെ ഇതിനെ കഥയാക്കി പറയും? While he was drinking water, he saw the reflection or the image of his horns and legs in the water. വെള്ളം കുടിച്ചു കൊണ്ട് നിന്നപ്പോൾ അവൻ്റെ കൊമ്പുകളുടെയും കാലുകളുടെയും റിഫ്ലക്ഷൻ, പ്രതിബിംബം അവനെവിടെ കണ്ടു? ആ വെള്ളത്തിൽ കണ്ടു. He felt proud of his horns and think that my beautiful horns. അവന് തൻ്റെ കൊമ്പുകൾ കണ്ടപ്പോൾ വളരെ അഭിമാനം തോന്നി, എൻ്റെ മനോഹരമായ കൊമ്പുകൾ. But he felt ashamed of his thin and bony legs. ആ തിന്നായിരിക്കുന്ന, ബോണി ആയിരിക്കുന്ന, അഗ്ലി ആയിരിക്കുന്ന ലെഗ്സ് കണ്ടപ്പോൾ, കാലുകൾ കണ്ടപ്പോൾ അവന് വളരെ നാണക്കേട് തോന്നി. Hunters, run for your life. Suddenly he saw some hunters coming towards him. So he yelled. അപ്പോൾ കുറച്ച് വേട്ടക്കാർ തൻ്റെ നേരെ വരുന്നത് അവൻ കണ്ടു. എന്നിട്ട് അവനിങ്ങനെ ഉറക്കെ വിളിച്ചു, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചു, വേട്ടക്കാർ വേഗമോടി രക്ഷപ്പെട്ടോളൂ എന്നവൻ തന്നോട് തന്നെ പറഞ്ഞു. Let me hide somewhere. These branches. Oh no, they are too close. Get out of here. I was proud of my horns. They could have caused my death. I was ashamed of my legs. They saved me. Let me hide somewhere. അവൻ ഓടിയിട്ട് എവിടെയെങ്കിലും ഒളിക്കാമെന്ന് വിചാരിച്ചു. ഹൈഡ് മീൻസ് ഒളിക്കുക, മറഞ്ഞിരിക്കുക. These branches, ഈ ശിഖരങ്ങൾ, ഈ കൊമ്പുകൾ. ഓ നോ, എൻ്റെ ദൈവമേ, കുഴപ്പത്തിലായല്ലോ എന്നവൻ വിചാരിച്ചു. They are too close. Get out of here. ഇതാ വേട്ടക്കാരിങ്ങ് അടുത്തെത്തിയ, അരികിലെത്താറായി. Get out of here. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ കഥയാക്കി പറയും? Suddenly he saw some hunters coming towards him. പെട്ടെന്ന് കുറച്ച് വേട്ടക്കാർ തൻ്റെ നേരെ വരുന്നത് അവൻ കണ്ടു. He started running for his life. അവൻ തൻ്റെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി, തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി. His horns were caught in the bushes. പക്ഷേ ആ ഓടിയ വഴിയിൽ ബുഷസ്, മുൾച്ചെടികൾ അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ ഉണ്ടായിരുന്നു. ഇവൻ്റെ ഹോൺസ്, കൊമ്പുകൾ എവിടെ കുടുങ്ങി? ഈ കുറ്റിക്കാട്ടിൽ, കുറ്റിച്ചെടികളുടെ ഇടയിൽ കുടുങ്ങി. വാട്ട് ഈസ് ദ പെക്യുലിയാരിറ്റി ഓഫ് മെയിൽ ഡിയേഴ്സ്? ആൺ മാനുകളുടെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ആൻറ്റ്ലേഴ്സ്. ആൻറ്റ്ലേഴ്സ് മീൻസ് ഹോൺസ് ഷേപ്ഡ് ലൈക്ക് ബ്രാഞ്ചസ്. മരച്ചിലകൾ പോലെ, ശിഖരങ്ങൾ പോലെയുള്ള കൊമ്പുകളെയാണ് ആൻറ്റ്ലേഴ്സ് എന്ന് പറയുന്നത്. ഈ ആൺമാനുകൾക്കെല്ലാം എന്തുണ്ട്? കൊമ്പുകളുണ്ടാകും. ഈ റെഡ് ഡിയേഴ്സിന് എന്ത് കാണും? ഈ വലിയ ബ്രാഞ്ചസുള്ള വലിയ കൊമ്പുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്റ്റാഗിനും ഈ ഡിയറിനും എന്തുണ്ടായിരുന്നു? ആൻറ്റ്ലേഴ്സ് ഉണ്ടായിരുന്നു, ബ്രാഞ്ചസ് പോലുള്ള കൊമ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ സ്പീഡിൽ ഓടിയപ്പോൾ, വേഗത്തിൽ ഓടിയപ്പോൾ ഈ ശിഖരങ്ങൾ പോലുള്ള അവൻ്റെ കൊമ്പുകൾ എവിടെ കയറി ഉടക്കി? ആ കുറ്റിച്ചെടികളുടെ ഇടയിൽ കയറി
ഉടക്കി അവൻ അവിടെ കുടുങ്ങിപ്പോയി. അവന് രക്ഷപ്പെടാൻ മുന്നോട്ട് ഓടാൻ കഴിഞ്ഞില്ല. ദേ ആർ ടു ക്ലോസ്, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. അത് അവരിങ്ങ് അടുത്തെത്തിപ്പോയി. ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂന്നവൻ പറഞ്ഞു. അതിനെ നമ്മൾ എങ്ങനെ കഥയായിട്ട് എഴുതും? ഹിസ് ഹോൺസ് വെയർ കോട്ട് അപ്പ് ഇൻ ദ ബുഷ് ഓർ ബുഷസ്. അവിടെ നിന്ന് ബുഷസിൽ, കുറ്റിച്ചെടികളുടെ ഇടയിൽ അവൻ്റെ കൊമ്പുകൾ കുടുങ്ങിപ്പോയി. ഓർ ഹിസ് ആൻറ്റ്ലേഴ്സ് വെയർ കോട്ട് അപ്പ് ഇൻ ദ ബുഷസ്, അല്ലെങ്കിൽ അവൻ്റെ ആൻറ്റ്ലേഴ്സ് ആ ബുഷസിൽ കുടുങ്ങിപ്പോയി എന്ന് നമുക്ക് പറയാം. ഹി ട്രൈഡ് ഹാർഡ് ടു സെറ്റ് ദം ഫ്രീ. ആ കൊമ്പുകളെ ആ കുറ്റിച്ചെടികളിൽ നിന്ന് വലിച്ചെടുക്കാൻ അവൻ വളരെ പരിശ്രമിച്ചു. ഫോർച്ചുനേറ്റ്ലി ഹി കുഡ് ഫ്രീഡ് ഹിസ് ഹോൺസ് ഓർ ആൻറ്റ്ലേഴ്സ് ആൻഡ് ഹി റാൻ അവേ ഫ്രം ദി ഹണ്ടേഴ്സ്. ഭാഗ്യത്തിന് അവന് തൻ്റെ കൊമ്പുകൾ ആ കുറ്റിച്ചെടികളിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റി. അവൻ വേട്ടക്കാരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. I was proud of my horns. They could have caused my death. I was ashamed of my legs. They saved me. I was proud of my horns. എപ്പോഴും ഞാൻ എൻ്റെ കൊമ്പുകളിൽ അഭിമാനിച്ചിരുന്നു. They could have caused my death. പക്ഷേ അവ എൻ്റെ മരണത്തിന് കാരണമാകുമായിരുന്നു. I was ashamed of my legs. പാവം, എൻ്റെ കാലുകളെക്കുറിച്ച് ഞാൻ എന്നും നാണിച്ചിരുന്നു. ബട്ട് ദേ സേവ്ഡ് മീ. പക്ഷേ ആ കാലുകൾ എന്നെ രക്ഷിച്ചു, മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ഇതെങ്ങനെ നമുക്ക് കഥയായിട്ട് പറയാം? ഹിസ് തിൻ ലെഗ്സ് ഹെൽപ്ഡ് റണ്ണിങ് വെരി ഫാസ്റ്റ്. അവൻ്റെ ആ മെലിഞ്ഞ കാലുകൾ വളരെ വേഗത്തിൽ ഓടാൻ അവനെ സഹായിച്ചു. ദെൻ he realized his foolishness. അപ്പോഴാണ് അവന് തൻ്റെ മണ്ടത്തരം മനസ്സിലായത്. The horns which he was proud of would have caused his death. അവൻ എന്നും അഭിമാനിച്ചിരുന്ന ആ കൊമ്പുകൾ അവൻ്റെ മരണത്തിന് കാരണമാകുമായിരുന്നു. But the legs which he was ashamed of saved him. പക്ഷേ അവൻ എന്ന് നാണിച്ചിരുന്ന, കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്ന അവൻ്റെ മെലിഞ്ഞ കാലുകൾ ആ വേഗത്തിലോടി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ സഹായിച്ചു. ഫ്രം ദെൻ ഓൺ ഹീ നെവർ എവർ അഷെയിംഡ് ഓഫ് ഹിസ് ലെഗ്സ്. പിന്നെ അന്ന് മുതൽ ഒരിക്കലും അവൻ തൻ്റെ കാലുകളെക്കുറിച്ച് നാണക്കേട് വിചാരിച്ചിട്ടേയില്ല, ലജ്ജിച്ചിട്ടേ ഇല്ല. എൻ്റെ കാലുകൾ മെലിഞ്ഞതാണ്, അഗ്ലിയാണ്, തിന്നാണ്, ബോണിയാണ്, അങ്ങനെയൊന്നും അവൻ വിചാരിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിലും പല പല അവയവങ്ങളുണ്ട്. ചിലതിന് നല്ല ഭംഗിയുണ്ടാകും, ചിലതിന് ഭംഗി കുറച്ച് കുറവായിരിക്കും. എന്ന് വെച്ചാൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ ഓരോ വിരലുകളും, കണ്ണും കാതും മൂക്കും കൈയും കാലും എല്ലാ അവയവങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ്. എല്ലാം നമുക്ക് വാല്യുബിളാണ്, പ്രഷ്യസാണ്. നമ്മുടെ ശരീരത്തിലെ ഏതവയവങ്ങളായാലും നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും അതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും അവ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതെന്നാണ് ഈ സ്റ്റാഗ്, ഈ മെയിൽ ഡിയർ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. സാധാരണ ഇങ്ങനെ കഥ എഴുതാൻ വരുമ്പോൾ സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കഥയ്ക്ക് ഏത് കഥ എഴുതുമ്പോഴും അതിനൊരു ടൈറ്റിൽ കൊടുക്കണം, ഒരു തലക്കെട്ട് കൊടുക്കണം. നിങ്ങൾക്കൊന്നും അറിയില്ല തലക്കെട്ട് എഴുതാൻ, നിങ്ങൾ വെറും സ്റ്റാഗ് എന്ന് എഴുതി വെച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. നിങ്ങൾക്കിഷ്ടം ഇത് ഫൂളിഷ്നെസ് ഓഫ് ദ സ്റ്റാഗ്, ദ ലെഗ്സ് ഓഫ് ദ സ്റ്റാഗ്, ദ സ്റ്റാഗ്സ് ലെഗ്സ്, അങ്ങനെ എന്തെങ്കിലും ഈ കഥ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പേരെന്താണോ ആ പേര് ഈ സ്റ്റോറിക്ക്, ഈ കഥയ്ക്ക് ടൈറ്റിലായിട്ട്, തലക്കെട്ടായിട്ട് കൊടുക്കണം. അതിനും നിങ്ങൾക്ക് ഒരു മാർക്കെങ്കിലും എന്ത് ചെയ്യും? കിട്ടും. പിന്നെ ഈ കഥ എന്ത് ചെയ്യണം? സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതണം. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അത് ഞാൻ PDF ആയിട്ട് ഇട്ടേക്കും. ഇനി ഇവിടെ വേറെ ഒരു ചെറിയ എക്സസൈസ് ഉണ്ട്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് ലാഡർ
with the help of the clues given below. ഇവിടെ ഒരു വേർഡ് ലാഡർ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് വേർഡ് 1 to 2 വരെയുള്ള ലെറ്റേഴ്സിൽ C dash 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 S, that means cross. CROSS, cross. മീനിങ് ദേഷ്യം എന്നാണ്. സെക്കൻഡ് വേർഡ് S dash 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 T, that means SIGHT, sight, കാഴ്ച, വിഷൻ എന്നൊക്കെ അർത്ഥം. തേർഡ് വേർഡ് T dash dash Y, TINY, tiny, small, ചെറുത്, വളരെ ചെറുത് എന്നൊക്കെ അർത്ഥം. ഫോർത്ത് വേർഡ് Y dash dash R, ഇയർ, YEAR, ഇയർ, വർഷം എന്നാണ് അർത്ഥം. ഫിഫ്ത്ത് വേർഡ് R dash dash F, that means ROOF, ROOF, റൂഫ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് സിക്സ്ത് വേർഡ് F dash dash S, FUSS, FUSS, ഫസ് മീൻസ് തിരക്ക്, ബഹളം, ഒച്ചപ്പാട് എന്നൊക്കെ അർത്ഥമുണ്ട്. സെവൻത് വൺ S dash 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 T, that means street, 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 തെരുവ്, റോഡ് എന്നൊക്കെ അർത്ഥമുണ്ട്. ക്ലൂസ് ആർ ഗിവൺ. ലെറ്റ് us read that one also. First one, mother will be very dash if you don't go to school. The first word is cross. Mother will be very cross if you don't go to school. കണ്ടോ, ആംഗ്രി എന്നാണ് വേർഡിൻ്റെ അർത്ഥം. നിങ്ങൾ സ്കൂളിൽ പോയില്ലെങ്കിൽ അമ്മയ്ക്ക് വളരെ ദേഷ്യം വരും. സെക്കൻഡ് വൺ, as soon as he caught dash of the teacher, Mohan started writing. As soon as he caught sight of the teacher, Mohan started writing. അതുവരെ മോഹൻ എഴുതാതിരുന്നു. ടീച്ചറുടെ തല കണ്ടതും അവൻ എഴുതാൻ തുടങ്ങി. സൈറ്റ്, കാഴ്ച. തേർഡ് വൺ, how do you like my dash kitchen garden? Big enough for you, is it? How do you like my tiny kitchen garden? എൻ്റെ കുഞ്ഞ് കിച്ചൺ ഗാർഡൻ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി? ബിഗ് ഇനഫ് ഫോർ യു, ഈസ് ഇറ്റ്? ഇത് ആവശ്യത്തിന് വലിപ്പമുള്ളതല്ലേ, ആവശ്യത്തിന് മതിയായതല്ലേ. ഫോർത്ത് വൺ, മൈ യങ്ങസ്റ്റ് സിസ്റ്റർ ഈസ് നൗ എ ഡാഷ് ഓൾഡ്. മൈ യങ്ങസ്റ്റ് സിസ്റ്റർ ഈസ് നൗ എ ഇയർ ഓൾഡ്. എൻ്റെ കുഞ്ഞ് സഹോദരിക്ക്, സിസ്റ്ററിന് ഇപ്പോൾ 1 വയസ്സായിട്ടുണ്ട്. സ്റ്റാൻഡിങ് ഓൺ ദ ഡാഷ് ഹി സോ ചിൽഡ്രൻ പ്ലേയിങ് ഓൺ ദി റോഡ്. സ്റ്റാൻഡിങ് ഓൺ ദി റൂഫ് ഹി സോ ചിൽഡ്രൻ പ്ലേയിങ് ഓൺ ദി റോഡ്. റൂഫ് മീൻസ് മേൽക്കൂര. നമ്മൾ ആ വാക്ക് വിട്ടുപോയോ? ഇല്ല. റൂഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര. മേൽക്കൂരയിൽ നിൽക്കുമ്പോൾ താഴെ കുഞ്ഞുങ്ങൾ കളിക്കുന്നത്, റോഡിൽ കളിക്കുന്നത് അദ്ദേഹത്തിന് കാണാം. ഡോണ്ട് മേക്ക് സച്ച് എ ഡാഷ്, നത്തിങ് വിൽ ഹാപ്പൻ. ഡോണ്ട് മേക്ക് സച്ച് എ ഫസ്, ഇത്രയ്ക്ക് ബഹളം വെക്കേണ്ട കാര്യമില്ല. നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കില്ല. ഇവിടെ പിക്ചർ റീഡിങ്ങിൻ്റെ ആ ലെസൺ തീരുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് എ പോയം റിട്ടൺ ബൈ ഫ്രാങ്ക് ഫ്ലിൻ. ദ പോയം ഈസ് ദ ഷെഡ്. പക്ഷേ അത് കുറച്ച് വലിയ പോയമാണ്. അത് നമ്മൾ ഇതിനോടൊപ്പം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മടുപ്പായിട്ട് തോന്നും. സോ വി വിൽ സ്റ്റഡി ഇറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ ബൈ.